ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇലയപ്പോഴായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാഴയ്ക്കപ്പം തന്നെ ഒന്ന് ഇലയപ്പാടായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ അരിമാവ്, ഗോതമ്പ് മാവ് അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊക്കെയാണ് എടുക്കുന്നത്. ഈ ഇടയായിട്ട് നമ്മൾ ലാബിൽ ഒരുക്കിയ വാഴയ്ക്കപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഇലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിച്ചു നോക്കി എനിക്ക് മൈദാ മാവായിട്ടാണ് തോന്നിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെ മൈദാ മാവില് ഒരു ഇലയൊക്കെ ഉണ്ടാക്കും വിചാരിച്ചത് ഞാൻ കുഴച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ മൊത്തം ഇരുന്ന് തിന്നുകൊണ്ടിരുന്നു ഉണ്ടാക്കണ്ട. അതിന് ഞാൻ തീറ്റിക്കുമെങ്കിൽ എല്ലാം കൂടെ അപ്പൊ നമുക്കിനി മാവെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ശർക്കര ഇടിക്കാം. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ, ചന്ത് ചെയ്ത് തരും. കാരണം നമ്മൾ ശർക്കരയിൽ നല്ല പൊടിയുണ്ട്, നല്ല രീതിയിൽ കാണിച്ചു തരാവേ. കാണാമോ? നല്ല രീതിക്ക് പൊടിയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരുക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ പോകും. വെച്ചിട്ട് തേച്ച് കൊടുക്കാം. ഇത് മൈദമാവാണ് ഇങ്ങനെ പശ പോലെ ഇരിക്കണം. വെള്ളം കൂടി ഉണ്ടല്ലേ. സാധാരണ മൈദമാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ മീൻ പിടിക്കാൻ കഴിക്കണേട്ടാ. പക്ഷെ ഇത് ഇങ്ങനെ അല്ല. നടുക്കാര്യം തേക്കും. എന്തായാലും ഇത് ഇല ശർക്കര മടക്കി വെക്കാം. ഇനി എത്ര പേര് ഒന്നാ നോക്കാൻ പോണത്? ഞാനൊരു കാര്യം പറയട്ടാ, ഇത് അടുപ്പിൽ നിന്നെടുത്ത ഉടനെ എത്തുന്നോണം, അല്ലെങ്കിൽ തൊണ്ട ഒട്ടിച്ചാവും. മിക്കവാറും മൈദാമാവാണ് പറഞ്ഞേട്ടാ. കാണിച്ചു കൊടുക്കണ്ട. അത് പറയടോ. ഞാൻ